ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ചാപ്റ്ററിലുള്ള പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ എ 2-digit നമ്പർ ദ ഡിജിറ്റ് അറ്റ് യൂണിറ്റ് പ്ലേസ് ഈസ് 5 ലെസ് ദാൻ ദ ഡിജിറ്റ്സ് അറ്റ് ദ ടെൻസ് പ്ലേസ്. ദ പ്രോഡക്റ്റ് ഓഫ് ദ ഡിജിറ്റ്സ് ഈസ് 36. ഫൈൻഡ് ദ നമ്പർ. അപ്പോൾ ഇവിടെ നമ്മൾ 2-digit നമ്പർ ദ 2-digit നമ്പർ ബി XY ആയിട്ട് എടുക്കുക. അപ്പോൾ ടെൻസ് പ്ലേസിലുള്ള നമ്പർ, അതായത് വൺസ് പ്ലേസിലുള്ള നമ്പർ ടെൻസ് പ്ലേസിലുള്ള നമ്പറിനേക്കാൾ 5 കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ y ആണ് നമ്മുടെ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ. അപ്പോൾ y എന്ന് പറയുന്നത് ടെൻസ് പ്ലേസിലുള്ള നമ്പറിനേക്കാൾ 5 കുറവാണ്. അപ്പോൾ x - 5. ഇനി അടുത്ത കണ്ടീഷൻ എന്നാൽ ദ പ്രോഡക്റ്റ് ഓഫ് ദ ഡിജിറ്റ്സ് ഈസ് 36. അതായത് XY എന്ന് പറയുന്നത് 36 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ x ഇൻറ്റു x - 5 ആണ് 36. അപ്പോൾ x² - 5x = 36 എന്ന് കിട്ടി. x² - 5x - 36 = 0. ഇനി ഇതിനെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് ഫാക്ടറൈസ് ചെയ്യുക. പ്രോഡക്റ്റ് -36 ആണ് കിട്ടുന്നത്, സം -5. അപ്പോൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക? x² - 9x + 4x - 36 = 0. x ഇൻറ്റു x - 9 + 4 ഇൻറ്റു x - 9 = 0. അപ്പോൾ x + 4ഉം x - 9ഉം ആണ് വരുന്നത്. അപ്പോൾ x എന്ന് പറയുന്നത് x - 9 = 0, x = 9 വരും. x 9 ആണെങ്കിൽ y എന്തായിരിക്കും? 4 ആയിരിക്കും. Therefore 2-digit number = 94. 2-digit number 94 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ 2-digit number is such that the product of its digits is 18. Then 63 is subtracted from the number. The digits interchange their places. Find the number. അപ്പോൾ നമ്മൾ 2-digit നമ്പർ പ്രോഡക്റ്റ്, അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2-digit നമ്പർ XY ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് 18 ആണ്. അപ്പോൾ y എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും? 18/x. അപ്പോൾ നമ്മൾ 2-digit നമ്പർ പറയുമ്പോൾ എപ്പോഴും, അതായത് ടെൻസ് പ്ലേസിലുള്ള നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക. അപ്പോൾ നമ്മൾ 2-digit നമ്പർ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? 10x + y ആണ് വരിക. 10x + y, അതായത് 10x + y എന്ന് പറയുന്നത് എന്താണ്? 18/x. ഇതാണ് നമ്മുടെ 2-digit നമ്പർ. ഇനി ഇന്റർചേഞ്ച് നമ്പർ എന്തായിരിക്കും? ഇന്റർചേഞ്ച് നമ്പർ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ നമ്പർ XY എന്നുള്ളത് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ yx ആവും. yx ആവുമ്പോൾ നമ്മുടെ നമ്പർ എന്തായിരിക്കും? 10y + x ആണ് വരിക. അവിടെ yന്റെ പ്ലേസിൽ നമ്മൾ 18/x മൾട്ടിപ്ലൈ ചെയ്യും പ്ലസ് x, അതായത് 180/x + x ആണ്. അതായത് ടെൻസ് പ്ലേസിലുള്ള നമ്പറിന്റെ കൂടെ 10 മൾട്ടിപ്ലൈ ചെയ്യുക, 10y + x. ഈ y എന്ന് പറയുന്നത് എന്താണ്? 18/x. അപ്പോൾ 180/x + x ആണ് ഇന്റർചേഞ്ച് നമ്പർ. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? then 63 is subtracted from the number. നമ്മളെ നമ്പർ ഇതാണ് 10x + 18/x. ഇതിൽ നിന്ന് 63 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ദ ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ദർ പ്ലേസസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദ ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് നമ്പർ എഴുതുക. അതായത് നമ്മുടെ ഒറിജിനൽ നമ്പറിന്റെ നിന്ന് 63 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്യും. ഇനി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരും, 63നെ അപ്പുറത്തേക്ക് കൊണ്ടുവരും. 10x + 18/x - 180/x - x = 63. ഇതിൽ ഇപ്പോൾ നമുക്ക് 10x - x എന്ന് പറയുമ്പോൾ 9x ഇവിടെയാണെങ്കിൽ 180 - 18, അപ്പോൾ 162 വരും /x = 63. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 9x² - 162 = 63x. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 9x² - 63x - 162 = 0. അപ്പോൾ ഇനി ഇതിൽ 9 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം x² - 7x, ഇതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 1 ടൈം 8, അതായത് 18 വരും. -18 = 0.
എക്സ് സ്ക്വയർ മൈനസ് 7x മൈനസ് 18 ഈക്വൽ ടു 0. അപ്പം നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ്, അതായത് മൈനസ് 7x വരണമെങ്കിൽ മൈനസ് 9x പ്ലസ് 2x മൈനസ് 18 ഈക്വൽ ടു 0. ഇനി എക്സ് കോമൺ ആയിട്ട് എടുക്കുക, എക്സ് മൈനസ് 9 പ്ലസ് 2 കോമൺ ആയിട്ട് എടുക്കുക, എക്സ് മൈനസ് 9 ഈക്വൽ ടു 0. എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 9. അപ്പോൾ എക്സ് മൈനസ് 9 ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 9. പോസിറ്റീവ് വാല്യൂ എടുക്കുക. ഇനി ഇതിങ്ങനെ ചെയ്യാൻ അറിയില്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യുക. അപ്പോൾ എക്സ് 9 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ വൈ എന്താണ്? വൈ 18/9 2 എന്ന് വരും. അപ്പം therefore 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 92 എന്ന് കിട്ടും. ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈ എന്താണ്? 2 എന്നുള്ളത്. അപ്പോൾ എക്സ് 9ഉം വൈ 2ഉം 92. 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 92 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ 2 ഡിജിറ്റ് നമ്പർ ഈസ് 4 ടൈംസ് ദ സം ആൻഡ് 3 ടൈംസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ്. ഫൈൻഡ് ദ നമ്പർ. അപ്പോൾ നമ്മൾ 2 ഡിജിറ്റ് നമ്പർ എക്സ് വൈ ആണ്. അതായത് നമ്മൾ എഴുതുമ്പോൾ ടെൻസ് പ്ലേസിലുള്ള നമ്പറിന് 10x പ്ലസ് വൈ. ഇതാണ് നമ്മുടെ 2 ഡിജിറ്റ് നമ്പർ. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്താ? എ 2 ഡിജിറ്റ് നമ്പർ ഈസ് 4 ടൈംസ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ്. അപ്പോൾ 4 ടൈംസ് സം ഓഫ് ഡിജിറ്റ്സ്, അതായത് ഒരു 2 ഡിജിറ്റ് നമ്പർ 4 ടൈംസ് സം ആൻഡ് 3 ടൈംസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ്. അതേ അടുത്ത കണ്ടീഷൻ ചെയ്ത് 10x പ്ലസ് വൈ ഈക്വൽ ടു 3 ടൈംസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ്. പ്രോഡക്റ്റ് ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് എക്സ് വൈ. ആദ്യത്തെ കണ്ടീഷൻ ഒരു 2 ഡിജിറ്റ് നമ്പർ 4 ടൈംസ് സം ഓഫ് ഡിജിറ്റ്സ്. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് 2 ഡിജിറ്റ് നമ്പർ 3 ടൈംസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ 10x പ്ലസ് വൈ ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക 4x പ്ലസ് 4y. നമുക്ക് ഒരേ സൈഡിലേക്ക് കൊണ്ടുവരാം. 10x പ്ലസ് വൈ മൈനസ് 4x മൈനസ് 4y ഈക്വൽ ടു 0. അപ്പോൾ 10x മൈനസ് 4x എന്ന് പറഞ്ഞാൽ 6x മൈനസ് 3y ഈക്വൽ ടു 0. അപ്പോൾ 6x ഇസ് ഈക്വൽ ടു 3y നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 2x ഇസ് ഈക്വൽ ടു y, അതായത് y ഈക്വൽ ടു 2x എന്ന് കിട്ടി. y ഈക്വൽ ടു 2x എന്നുള്ളത് നമുക്ക് ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 10x പ്ലസ് y എന്ന് പറയുന്നത് എന്താണ്? 2x ഈക്വൽ ടു 3x ഇൻറ്റു അവിടെ yൻ്റെ പ്ലേസിൽ 2x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 12x ഈക്വൽ ടു 6x സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 6x സ്ക്വയർ മൈനസ് 12x ഇസ് ഈക്വൽ ടു 0 ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതിൽ നമുക്ക് 6x കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. 6x കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ x മൈനസ് 2 ഈക്വൽ ടു 0. ഇവിടെ x മൈനസ് 2 ഈക്വൽ ടു 0, x ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. x 0 ആവാൻ പറ്റില്ല, കാരണം നമ്മുടെ 2 ഡിജിറ്റ് നമ്പറിൽ ഫസ്റ്റ് നമ്പർ 0 വരില്ല. അപ്പോൾ x 2 ആണെങ്കിൽ y എന്ന് പറയുന്നത് എന്താണ്? 2 ഇൻറ്റു 2 4. അപ്പോൾ നമ്മുടെ 2 ഡിജിറ്റ് നമ്പർ എക്സ് വൈ ആയതുകൊണ്ട് therefore 2 ഡിജിറ്റ് നമ്പർ ഈക്വൽ ടു 24 എന്ന് വരും. 2 ഡിജിറ്റ് നമ്പർ 24. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തു.